പിള്ളേർ വല്ലാതെ വാശി പിടിച്ചപ്പോൾ കുറേ നാളിന് ശേഷമാണ് ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് പുറത്ത് പോകുന്നത്. ഞാൻ, ഏട്ടൻ, ആദൂട്ടൻ, പൊന്നൂട്ടൻ, വേദൂട്ടൻ, അശ്വിൻ, പിന്നെ ഏട്ടത്തി. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് പോക്കാണ്. വേദൂട്ടനെ ഞങ്ങളിങ്ങനെ ബാക്കിലേക്ക് എടുത്തു. അങ്ങനെ നമ്മൾ കണ്ണൂരേക്കാണ് യാത്ര. പയ്യാമ്പലം ബീച്ചിലേക്ക് പോകണമെന്ന് കുറേ ദിവസമായി ആദൂട്ടനും പൊന്നൂട്ടനൊക്കെ പറയാൻ തുടങ്ങിയിട്ട്. അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം പ്ലാൻ ചെയ്തു, വൈകിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളവിടെ എത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ വണ്ടി കഷ്ടപ്പെട്ട് പാർക്ക് ചെയ്തു. സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ അങ്ങനെ ബീച്ചിലേക്ക് നടന്നു. അങ്ങനെ എല്ലാവരും കൂടി അങ്ങനെ പോകാറില്ല, വളരെ വിരളമായിട്ട് അങ്ങനെ സംഭവിക്കാറുള്ളൂ. അങ്ങനെ നമ്മൾ ബീച്ചിലെത്തി. ആദൂട്ടനും പൊന്നൂട്ടനും അങ്ങനെ തിമിർത്തു. അവരെ ഏട്ടൻ നോക്കി, ഞാനും അശ്വിനും വേദൂട്ടനെ നോക്കി. അവിടെ കുറേ ആൾക്കൂട്ടം കാണാം. അത് മറ്റേ ജിമ്മിൻ്റെ ആണെന്ന് തോന്നുന്നു. മറ്റേ പുഷപ്പ് എന്തോ എടുത്തിട്ട് എന്തോ കൊടുക്കുന്നതാണ്. ഇവരൊരേ കളിയായിരുന്നു വെള്ളത്തിൽ. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. എനിക്ക് വെള്ളം പൊതുവെ പേടിയാണ്. അവരവിടെ നിന്ന് നല്ലോണം തിമിർത്ത് കളിച്ചു. ഏട്ടത്തി, വേദൂട്ടനെ ഒരിക്കൽ ഞാൻ വെള്ളത്തിൽ കീച്ചു. പിന്നെ അവന് ഭയങ്കര പേടിയായി. വെള്ളം കൂടി വന്നപ്പോൾ പിന്നെ അവനൊരേ കരച്ചിലായിരുന്നു. വെള്ളത്തിൽ കീയാൻ അവന് പേടിയായിപ്പോയി. അമ്മേ ബേണ്ട ഉമ്പോ എന്ന് പറഞ്ഞ് കരഞ്ഞു. ഇവർ പക്ഷേ വെള്ളത്തിൽ നിന്ന് കയറിയതേ ഇല്ല. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പെട്ടെന്ന് തിരമാല വന്ന് കൈയും കാലും വിട്ടുപോയാൽ പിന്നെ തീർന്നില്ലേ. ഇവർ രണ്ടുപേരും അവിടുന്ന് എന്താ പറയുക, തിരിച്ച് വരുന്നേ ഉണ്ടായിരുന്നില്ല. അത്രയും സമയം കളിച്ചവർ മുങ്ങി തിമിർത്ത് കളിച്ചു. ഞങ്ങൾ ദൂരെ നിൽക്കായിരുന്നു, അവരങ്ങ് ദൂരോട്ട് നിൽക്കായിരുന്നു. ഞങ്ങളിങ്ങ് ബാക്കിൽ കുറേ സമയം അവരങ്ങനെ കളിച്ചു. ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് അവർക്ക്. വല്ലപ്പോഴും അല്ലേ ഇങ്ങനെയുള്ളൊരു അവസരങ്ങൾ കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് പൊന്നൂട്ടൻ ഇടയ്ക്കിടയ്ക്ക് പിന്നെ ഇവിടെ വരാറുണ്ട്. അവൻ മാർക്കറ്റിൽ പോകുന്നവൻ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് തോന്നുന്നു. അവനറിയാം. ആദൂട്ടൻ പക്ഷേ വളരെ എന്താ പറയുക, അങ്ങനെ എപ്പോഴൊന്നും കൂട്ടിപ്പോകാൻ പറ്റാറില്ല. എപ്പോഴെങ്കിലുമൊക്കെ വല്ലപ്പോഴും, അധികമൊന്നും പോകാൻ പറ്റാറില്ല. പക്ഷെ അവന് ഇഷ്ടമാണ് കളിക്കാൻ. കുട്ടികൾക്ക് അങ്ങനെ ആയിരിക്കുമല്ലോ. ഞാൻ വേദൂട്ടനെയും തട്ടിയിട്ട് ദൂരോട്ട് നിന്നു. വേദൂട്ടനെ ഓൾറെഡി പേടിയായതുകൊണ്ട് പിന്നെ വെള്ളത്തിൽ കീയാൻ അവൻ വാശി പിടിച്ചില്ല. ഞാനും അശ്വിനും വേദൂട്ടനെ മാറി മാറി തട്ടി നടന്നു. ഇവർ കടയിലേക്ക് വരാൻ ഒരുപാട് സമയമായി. രാത്രി ഒരു 8 മണിയൊക്കെ ആയി അവർ വെള്ളത്തിൽ നിന്ന് പുറത്ത് ചെയ്യുമ്പോൾ. വേദൂട്ടന് ഭയങ്കര പേടിയായിരുന്നു. താഴെ കീന്നേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇവരുടെ കളിയൊക്കെ കണ്ട് കരയിൽ നിന്നു. ഏട്ടൻ അവരെയും കൊണ്ട് അവിടെ മേയിച്ച് നടന്നു. നല്ല രസമാണ് കാണാൻ. ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് പോയത് ഇവിടെ കേട്ടോ. ഞാൻ അതൊക്കെ ഓർത്തിങ്ങനെ കരയിൽ നിൽക്കുകയായിരുന്നു. അങ്ങനെ അവർ കുറേ സമയം കളിച്ചു. ഇതാണ് ഏട്ടത്തി ലിൻഷ. കുറേ കഴിഞ്ഞപ്പോൾ അച്ചുവും ഏട്ടനും ആദൂട്ടനും പൊന്നൂട്ടനും വേദൂട്ടനൊക്കെ വെള്ളത്തിലായി. പിന്നെ നാല് ഭാഗത്തായി. എനിക്ക് ആദൂട്ടനെ കൈ പിടിച്ചിട്ട് കാണുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ എന്താ പറയുക, ഭയങ്കര പേടി തന്നെയായിരുന്നു. അവരും കുറേ സമയം നിന്നു. ഞാൻ വെള്ളത്തിൽ കീയാനേ പോയില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവരുടെ ഒട്ടക സവാരി ഉണ്ടായിരുന്നു. രാത്രി ആയതുകൊണ്ട് കണ്ടില്ല, ക്ലിയർ ആവില്ല. അതൊക്കെ കഴിഞ്ഞ് വേദൂട്ടനൊരു കത്തുന്ന ബലൂണ് വാങ്ങിക്കൊടുത്തു. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും വേണമെന്ന് പറഞ്ഞു. അങ്ങനെ 3 എണ്ണം വാങ്ങി. അവർ ഹാപ്പിയായി. നമ്മൾ കുറേ സമയം അവിടെ ഇരുന്നു. വന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ചു. പിള്ളേരൊക്കെ ഹാപ്പി. ഇത് 3 പിന്നെ അടിയായിരുന്നു. അപ്പുറം ഇപ്പുറം അടിച്ചിട്ട് വീട്ടിലെത്തുമ്പോഴേക്കും 3 ബലൂണിൻ്റെയും കാറ്റ് കഴിച്ചിന് വരും.
പിന്നെ ഓരോന്നും ഓരോ ഭാഗത്ത് ഓടലായിരുന്നു. ഫോട്ടോ എടുക്കാൻ കഷ്ടപ്പെടുന്ന കണ്ടേട്ടത്തി. നടുക്കിരിക്കുന്നവൻ അടങ്ങിയിരിക്കുന്നില്ല, അതാ പ്രശ്നം. പിന്നെ കുറേ സമയം കഴിഞ്ഞപ്പോൾ അവരെ കഥ എൻ്റെ കയ്യിലായി. പിന്നെ ഞാൻ പിടിച്ച് നടന്നല്ലോ. അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ അതിൻ്റെ കാറ്റൊക്കെ അവർ പറിച്ചിരുന്നു കേട്ടോ. അതിൻ്റെ ചാർജും മറ്റേ ബാറ്ററിയൊക്കെ അവർ ഊരി ഊരി കൈമിലാക്കിനേനും. എത്ര പെട്ടെന്ന് പൈസ കളഞ്ഞതെന്നറിയാം. നമ്മളും പണ്ട് ഇങ്ങനെ തന്നെ. എന്നാലും അങ്ങനെ കുറേ സമയം അവിടെ ഇരുന്ന് നമ്മൾ തിരിച്ചു മടങ്ങി. കുട്ടികളെ കാര്യമൊക്കെ കണ്ട് കുറേ സമയം ഇരുന്നു. നല്ല ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരെയും നോക്കി. അതോട്ടന്നെ ബോൾ കളഞ്ഞിട്ട് നന്നാക്കാൻ പറ്റുമോ എന്ന് നോക്കലാണ് അച്ഛൻ. അവസാനം ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ എന്നെ ഒന്ന് നോക്കി. വയ്യ മുപ്പറതാക്കി. വേലോട്ട് നിലത്തിറങ്ങി, അങ്ങനെ അങ്കത്തിലിറങ്ങി. പിന്നെ 3 കൂടി പരക്ക പാച്ചിലായി. കുറേ സമയം അങ്ങനെ സമയം പോയി. എൻ്റെ വീട്ടിലെ കുട്ടികളൊക്കെ ഇങ്ങനെ ആൺകുട്ടികളാട്ടോ. എൻ്റെ വീട്ടിൽ അത് ഇനിയൊരു ഏട്ടൻ കൂടി ഉണ്ട്. അവൻ്റെ കുട്ടികളും 2 ആൺകുട്ടികളാണ്. ഫുൾ ബോയ്സാണ് ഇവിടെ, മറ്റേ ഗേൾസില്ല. ഇവരെ കുടുംബത്തിൽ ആകെയുള്ള പെൺകുട്ടി ഞാനാ. അങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ കയറി. ഫുഡൊക്കെ കഴിച്ചു. പൊറോട്ട എല്ലാവരും കഴിച്ച് ഫുഡൊക്കെ കഴിച്ചു വയറ് നിറച്ചു തിരിച്ചു വന്നു. ഇവർ പിള്ളേരൊക്കെ കൂട്ടിപ്പോയാൽ ഭയങ്കര പാടാപ്പാ. കഴിപ്പിക്കണ്ടേ, കഴിക്കുന്നില്ലല്ലോ. കഴിക്കാത്തതാണ് പ്രശ്നം. കഴിപ്പിച്ചു, ഒരുവിധം വയറ് നിറപ്പിച്ചു. ഞങ്ങളും ജിൻഷേച്ചിയും, ഞാൻ അവളെ ഏച്ചിന്ന് വിളിക്കാറില്ല കേട്ടോ, ജിൻഷയും അതും ഒക്കെ ഭക്ഷണം കഴിച്ചു. ഇത് വണ്ടിയിൽ പോകുമ്പോഴുള്ള വണ്ടീൻ്റെ മംഗലപ്പുരയാണ് ലൈറ്റ് കത്തിച്ച് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ബൈ.